ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മതങ്ങളെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മതങ്ങൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതം ഏതാണെന്ന് അറിയുമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതമെന്ന് പറഞ്ഞാൽ ഏത് മതമാണ്? ക്രിസ്തു മതമാണ്. ഏത് മതമാണ്? ക്രിസ്തു മതമാണ്. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 33% ക്രൈസ്തവരാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ക്രിസ്തു മതസ്ഥരുടെ മതഗ്രന്ഥം ഏതാണ്? ബൈബിളാണ്. ഏതാണ്? ബൈബിളാണ്. ക്രിസ്തു മതത്തിൽ നമ്മുടെ ദൈവമായിട്ട് കണക്കാക്കുന്ന ആരെയാണ്? യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തു ഏത് പേരിലറിയപ്പെടുന്നു? നല്ല ഇടയൻ എന്നറിയപ്പെടുന്നു. അതുപോലെ സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. ആര് തന്നെയാണ്? യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിനെ സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഏതാണ്? ബ്രസീലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഏഷ്യൻ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള രണ്ടാമത്തെ മതം ഏതാണ്? ഇസ്ലാം മതമാണ്. ഏതാണ്? ഇസ്ലാം മതമാണ്. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 21% മുസ്ലിങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം മുസ്ലിങ്ങളുടെ മതഗ്രന്ഥം ഏതാണ്? ഖുറാനാണ്. ഏതാണ്? ഖുറാനാണ്. അതുപോലെ ഇസ്ലാം മത സ്ഥാപകനാരാണ്? ഇസ്ലാം മത സ്ഥാപകനാരാണ്? മുഹമ്മദ് നബിയാണ്. ആരാണ്? മുഹമ്മദ് നബിയാണ്. അതുപോലെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ മുഹമ്മദ് നബിയുടെ ഇഷ്ടമൃഗം ഏതാണ്? പൂച്ച. അങ്ങനെയാണ് പറയപ്പെടുന്നത്. പൂച്ച എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് ഏത് മതത്തിനാണ്? ഹിന്ദു മതത്തിനാണ് കേട്ടോ. ലോക ജനസംഖ്യയുടെ 14% ഹിന്ദുക്കളാണ്. 14%. അതുപോലെ പറയുകയാണ് ഹിന്ദുക്കളുടെ മതഗ്രന്ഥത്തെക്കുറിച്ച് നമുക്കറിയാം. ഏതാണ്? രാമായണം, മഹാഭാരതം, ഭാഗവതം ഒക്കെ ഹിന്ദുക്കളുടെ മതഗ്രന്ഥങ്ങളാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുമത വിശ്വാസികളുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യയാണ്. പക്ഷേ എല്ലാ മതങ്ങളെയും ആദരിക്കുകയും എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും എന്താണ്? തുല്യ പരിഗണനയാണ്, തുല്യ പ്രാധാന്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു രാഷ്ട്രം ഏതാണ്? നേപ്പാളാണ്. ഏതാണ്? നേപ്പാളാണ്. അതുപോലെ സിഖ് മതം, ജൈനമതം, ഹിന്ദുമതം, അതുപോലെ തന്നെ ഈ മതങ്ങളൊക്കെ ഉദയം ചെയ്ത് എവിടെയാണ്? ഉദയം ചെയ്തത് നമ്മുടെ ഇന്ത്യയിലാണ്. എവിടെയാണ്? ഭാരതത്തിലാണ്. ഹിന്ദുമത സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഹിന്ദുമത സ്ഥാപകൻ ആര്യന്മാർ. ആരാണ്? ആര്യന്മാരാണ്. ഹിന്ദുമത സ്ഥാപകൻ ആര്യന്മാർ. അപ്പോൾ ഹിന്ദുമതത്തിൽ എത്ര ദൈവങ്ങളുണ്ട്? ഹിന്ദുമതത്തിൽ ഏതാണ്ട് 33 കോടി ദൈവങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 33 കോടി ദൈവങ്ങൾ.